ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ടക്കറി വയ്ക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നപ്പോൾ വിചാരിച്ചേക്കണത് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാമെന്ന് കേട്ടോ. കുറേ നാളായി ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയിട്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സവാളയും പച്ചമുളകും ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിട്ട് ഒറ്റയ്ക്ക് ഒരു വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ കൂടുതൽ മസാലയൊന്നും ചേർക്കാത്ത ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഈ മുട്ടക്കറി. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ്. നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഗരം മസാലയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ടാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കുറുകിയ ചാറാവുമ്പോൾ തീ ഓഫ് ചെയ്തെടുക്കും. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇത് ഞാൻ പച്ചവെള്ളത്തിൽ കൈകൊണ്ട് തന്നെ നനച്ചെടുത്ത പൊടിയാണ്. പിന്നെ സ്വല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് കൈ വെച്ച് തിരുമ്മിയെടുത്തത്. അപ്പോൾ ഒരു നല്ല ഫ്ലേവറായിരിക്കും ആ പുട്ടിന്. പിന്നെ പുട്ടൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് റെഡി ആയപ്പോൾ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഉച്ചയ്ക്കത്തേക്കുള്ളൊരു കറിയും കൂടി ഉണ്ടാക്കിയിട്ട് കുക്കിംഗ് ഒന്നിച്ച് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച് ഒരു വെള്ളരിക്ക ഉണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അരിഞ്ഞു വന്നപ്പോൾ കുറേ കഷ്ണമുണ്ട്. അപ്പോൾ പകുതി മോരുകറിക്കായിട്ട് എടുത്തു, ബാക്കി പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും വേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. സ്വല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി വേവിക്കാൻ വെച്ചു. പിന്നെ ഇതിനിടയ്ക്ക് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിയും അരയ്ക്കാൻ നേരത്ത് ഒരു സ്വല്പം ജീരകവും ചേർത്തിട്ടാണ് അരച്ചത്. അത് കഷ്ണങ്ങളൊക്കെ വേവായി വന്നപ്പോൾ അരപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുത്തു. പിന്നെ മോരുകറിയുടെയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ ഡെയിലി മിക്ക വീടുകളിലും വയ്ക്കുന്ന കറി തന്നെയാണ് മോരുകറി. പിന്നെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തൈരും അല്ലെങ്കിൽ മോരോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. തൈരാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട കട്ടയായിട്ട് കിടക്കും. പിന്നെ താളിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാവും കേട്ടോ. പിന്നെ ഞാൻ ഈ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനേ നിന്നില്ല കേട്ടോ. കാരണം കുറേ ജോലികളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ജോലികളുടെയും കൂടെ വീഡിയോ എടുത്തിട്ട് ജോലി ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ടൈം പോകും. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോസ് എടുക്കൽ ഞാൻ നിർത്തിയായിരുന്നു. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. വീഡിയോ അപ്പോൾ ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങുന്ന ടൈമിലാണ് വീഡിയോയുടെ കാര്യം പിന്നെ ഓർമ്മ വന്നത്. എന്നാൽ അപ്പോൾ ചെടികൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെടികളുടെ വീഡിയോ എടുക്കാനാണ് വൈകുന്നേരം ഫോൺ എടുത്തത്. അപ്പോൾ ചെടി നനയ്ക്കാൻ ഇറങ്ങിയതാണ്. ഇന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ പൂക്കൾ കേട്ടോ. പല പല പൂക്കൾ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അന്ന് അത് എന്തായാലും വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടും വെയിലാണ് ഇവിടെ. അപ്പോൾ ഈ നല്ല വേനൽക്കാലത്താണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ പൂക്കൾ ഉണ്ടാവാറ് കേട്ടോ. മഴക്കാലത്തും പൂക്കൾ ഉണ്ടാവും. പക്ഷേ ഈ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന പൂവിൻ്റെ അത്രയും ഭംഗി തോന്നാറില്ല. കാരണം അതിൻ്റെ ഇതളുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം വീണ് ചിലതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞൊക്കെ പോകും. വേനൽക്കാലത്ത് പൂവുണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കണമുണ്ട് ചില പൂവൊക്കെ. അപ്പോൾ മഴയും വെയിലും ഒക്കെ ചെടികൾക്ക് വേണമല്ലേ. മഴ കിട്ടിയാലാണ് ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് ചെടി നല്ല ആർത്ത് ഉല്ലസിച്ച് ഇങ്ങോട്ട് വരുള്ളൂ. പക്ഷേ പൂക്കൾ വേനലിന് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഈ പൂക്കൾക്ക് വേറൊരു കളർ പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പൂക്കൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിന് കനകാമ്പരത്തിൻ്റെ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. വേറൊരു ടൈപ്പും കൂടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഈ കനകാമ്പരത്തിനെ പട്ടത്തി എന്നാട്ടോ പറയാറ്. ചെറുതായിരിക്കുമ്പോഴൊക്കെ പട്ടത്തിപ്പൂവ് എന്നാണ് പറയാറ്. ഇത് കാക്കപ്പൂവ്. ഇതിൻ്റെ പല കളറും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കളറും പിന്നെ ഒരു ലൈറ്റ് കളറും കൂടിയാണ് കാണുന്നുള്ളൂ. നീലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇനി തന്നെ വിത്തിയാടി മുളച്ചിട്ട് ഇതാട്ടോ ഞാൻ പറഞ്ഞ വേറൊരു പട്ടത്തിയും കൂടി ഉണ്ടെന്ന്. ഒരെണ്ണം നിലത്ത് പടർന്ന് വളരണ സൈസും ഒരെണ്ണം ഇങ്ങനെ കുറ്റി ചെടിയായിട്ട് നിൽക്കുന്ന ടൈപ്പുമാണ്. പിന്നെ ഇത് മഞ്ഞ ചെത്തി അതിൻ്റെയാണ്. ഇത് നല്ല വലിയ പൂക്കളാവും കേട്ടോ. അതിൻ്റെ വലിയ കൊലയാവും.
പിന്നെ ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ട് കേട്ടോ, ഓർണമെൻ്റൽ പൈനാപ്പിൾ. അതായത് കുഞ്ഞൻ പൈനാപ്പിളാണത്. ചെടിയാണ്, നമ്മൾ കഴിക്കണ പൈനാപ്പിൾ അല്ല. കേട്ടോ, ഈ പൈനാപ്പിൾ ആവണേന് മുമ്പ് തന്നെ ഇതിൻ്റെ കുഞ്ഞനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീല പൂവ് വരും. ഇപ്പോൾ അതിൻ്റെ ഇങ്ങനെ മുട്ട് വിരിയണ വേറൊരു പൈനാപ്പിൾ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂവ് വന്നിട്ടില്ല കേട്ടോ കാണിച്ചു തരാനായിട്ട്. ഈ പരിവായിട്ട് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരും. അത് കഴിഞ്ഞിട്ടാണ് ഇത് മൂത്ത് ഇങ്ങനെ കായാവണേ കേട്ടോ. അത് കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തലയും ആ തോലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അതിലൊന്നും കഴിക്കാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കുന്ന പൈനാപ്പിളിൻ്റെ ഒരു കുഞ്ഞൻ പൈനാപ്പിളാണ്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡാട്ടോ, ഇവിടെയും ഇങ്ങനെ കാക്കപ്പൂ ഇങ്ങനെ വിത്ത് ചാടി ഇതിങ്ങനെ മുളച്ച് കിട്ടും. അപ്പോൾ ഞാനത് ഓരോ ചട്ടിയിലും വെച്ച് കൊടുക്കും. അപ്പോൾ അതവിടെ നന്നായിട്ട് പൂത്ത് നിൽക്കും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ നീലപ്പൂവ് ഇങ്ങനെ കാടായിട്ട് എല്ലായിടത്തും ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ. ഇങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്കത് വെട്ടിക്കളയാനോ പറിച്ച് കളയാനോ തോന്നാതെ അങ്ങനെ നിർത്തിയേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കാടായിട്ടുണ്ട്. ഇനി ഒരു ഓളം കയറുമ്പോൾ ഞാനിതൊക്കെ ക്ലീനാക്കി എടുക്കും കേട്ടോ ആ സ്ഥലം. ഇപ്പം എനിക്ക് പൂക്കൾ കാണുമ്പോൾ നല്ല സന്തോഷം, അതുകൊണ്ട് അങ്ങനെ നിർത്തിയേക്കാണ്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് പൂവും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ തൈ കൊണ്ടുവന്ന് റോട്ടിൽ നിറയെ പൂത്ത് നിൽക്കണ ഒരു തൈ ഞാൻ കൊണ്ടുവന്ന് നട്ട ഇതൊക്കെ പഴയ ഒരു വീഡിയോയിലുണ്ടായി. ആ ചെടി ഇപ്പോൾ വലുതായിട്ടുണ്ട് കേട്ടോ. അതുമ്പോൾ ഇപ്പോൾ പൂ വന്നു തുടങ്ങി. ഇതുണ്ടോ, ഇനി ഇതിങ്ങനെയല്ല കേട്ടോ പൂ ഉണ്ടാവണത്. ഇതിനി ചെടി കാണാതെ നിറയെ കൊലയായിട്ട് പൂ ഉണ്ടാവും. അപ്പോൾ പൂക്കൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും, ചെടി കാണാനേ ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ വീട്ടിൽ ഞാൻ കണ്ടത്. ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ 2-3 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.